സന്ദീപ് വാര്യർ BJP വിട്ടത് വലിയ ആഘോഷമാക്കി തന്നെ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞ് ആടുമ്പോൾ തന്നെ വരുന്നത് മറ്റൊരു വാർത്തയാണ്. അതായത് ഇന്നലെ മുതൽ നടന്നത്, കേരളത്തിലാകമാനം നടന്നത് ചടുലമായ നീക്കങ്ങൾ. ഒരുപക്ഷെ BJPക്ക് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന തെരഞ്ഞെടുപ്പ് പാലക്കാടായി മാറുകയാണ്. BJPയുമായി പല കാരണങ്ങളാൽ അകന്നു നിന്നിരുന്ന പരിവാറിൻ്റെ ചെറുതും വലുതുമായ നേതാക്കളടക്കം ഒറ്റക്കെട്ടായി BJPക്ക് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ച. നേതാവല്ല, പ്രസ്ഥാനവും പ്രത്യയശാസ്ത്രവുമാണ് വലുതെന്ന് ചിന്തിക്കുന്ന വലിയ വിഭാഗം അണികളാണ് BJPക്കുള്ളത്, സംഘപരിവാറിനുള്ളത്. അതുകൊണ്ട് തന്നെ നേതാക്കന്മാരെ കണ്ടല്ല ഈ പ്രസ്ഥാനത്തിൽ എത്തിയത് എന്നുള്ള ഒരു വലിയ സന്ദേശം എത്തിക്കുന്നതിന് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ പ്രാധാന്യം തന്നെ BJP നൽകുകയുണ്ടായി. അതിൻ്റെ ഒരു വലിയ പ്രതിഫലനമാണ് ഇപ്പോൾ പാലക്കാട് കാണുന്നത്. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ തമ്പടിച്ചുകൊണ്ട് നടത്തുന്ന വലിയ പ്രചരണം. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് സ്വയം സേവകരടക്കമുള്ളവർ പാലക്കാട് പ്രചരണത്തിൻ്റെ മുൻനിരയിലേക്ക് തന്നെ എത്തുന്ന ഒരു കാഴ്ച. അതായത് കേരളത്തിലുള്ള സംഘപരിവാർ അനുകൂലികളിലെ സംഘപരിവാർ മനസ്സുള്ളവർ ഒറ്റക്കെട്ടായി നിന്ന് തന്നെ BJPയുടെ വിജയത്തിനായി അഹോരാത്രം പണിയെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ RSSന്റെ നേതൃത്വത്തിലായിരുന്നു പാലക്കാട് ഇലക്ഷൻ പ്രചരണം നടക്കുന്നത്. തുടക്കം മുതൽ തന്നെ RSSന്റെ കയ്യിൽ തന്നെയായിരുന്നു കടിഞ്ഞാൺ. അതിന് ശക്തി പകരുന്ന രീതിയിലേക്കായിപ്പോയി സന്ദീപ് വാര്യരുടെ പാർട്ടി ഉപേക്ഷിച്ചുള്ള പോക്ക് എന്ന് വേണം തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം സന്ദീപ് പോകുമ്പോൾ കേരളത്തിൽ വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്ന് കരുതിയവർക്കാണ് തെറ്റിയത്. കാരണം ഈ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനപരമായ, അതായത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാനപരമായ ഒരു കാര്യം എന്നുള്ളത് നേതാക്കന്മാരല്ല, പകരം അതിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് നിൽക്കുന്നവർ, വിശ്വസിക്കുന്നവർ അടിയുറച്ച് തന്നെ നിന്നു. ഒരൊറ്റ ആള് പോലും സന്ദീപിന് അനുകൂലമായി രംഗത്ത് എത്തുന്ന കാഴ്ച നാം കണ്ടില്ല. സാധാരണഗതിയിൽ BJPക്ക് ഉള്ളിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളിൽ BJPക്ക് അകത്ത് നിൽക്കുന്ന നേതാക്കൾക്ക് സപ്പോർട്ട് ചെയ്ത് പലരും എത്താറുണ്ട്. പക്ഷെ പാർട്ടിക്ക് പോയ ഒരാളെ കുലംകുത്തി എന്ന് തന്നെ വിളിച്ചുകൊണ്ടാണ് അണികൾ രംഗത്ത് എത്തുന്ന ഒരു കാഴ്ച. ഏതായാലും പാലക്കാട് BJPക്ക് അത് നൽകിയിരിക്കുന്ന ഉണർവ് ചെറുതല്ല. കാരണം ഒരു നിർണായക ഘട്ടത്തിൽ തങ്ങളെ വിട്ടുപോയ, തങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയ ആളായിട്ടാണ് സന്ദീപ് വാര്യരെ അവർ ചിത്രീകരിക്കുന്നത്. സന്ദീപ് വാര്യർ ഒരുപക്ഷെ രക്തസാക്ഷി പരിവേഷം നേടാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ C. കൃഷ്ണകുമാറിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രചരണവും വോട്ടഭ്യർത്ഥനയും, ഒപ്പം തന്നെ ഈ പാലക്കാടുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ച് വോട്ടഭ്യർത്ഥിക്കുന്നതിൻ്റെ വാർത്തകളും എത്തുന്നു. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.